ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഡോനറ്റ്സിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ഇത് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം തന്നെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. 3/4 കപ്പ് ഇളം ചൂടുള്ള പാല്, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു എഗ്ഗും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് കുറച്ചൊരു വലിയ മുട്ടയാണ്, അതുകൊണ്ട് പാല് ചിലപ്പം കുറച്ച് ബാക്കി വരാം. 1/2 മുതൽ 3/4 കപ്പ് വരെ പാലെടുക്കാം. ഇളം ചൂടുള്ള പാൽ തന്നെ എടുക്കണം. 2 കപ്പ് മൈദ, അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് 2 ടേബിൾ സ്പൂൺ. മൈദേൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ ക്ലിപ്പ് മിസ്സായതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ബട്ടറൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ആവശ്യത്തിന് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടുള്ള പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. ഒരുപാട് ടൈറ്റ് ആവരുത്, പക്ഷേ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസിൽ വേണം കുഴച്ചെടുക്കാൻ. ഒരുപാട് ഇങ്ങനെ ബലം കൊടുത്ത് കുഴക്കും വേണ്ട. പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. അതിന് ശേഷം ഒരു 8 മിനിറ്റ് വരെ നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഫുഡ് പ്രോസസ്സറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാക്കിയതിന് ശേഷം ഞാൻ ഫുഡ് പ്രോസസ്സറിലേക്ക് ഇടുകയാണ്. ഫുഡ് പ്രോസസ്സറുള്ളവർ ആദ്യം മുതൽ തന്നെ അതിൽ ചെയ്തെടുത്താൽ മതി. ഞാൻ പിന്നെ എല്ലാവർക്കും ഫുഡ് പ്രോസസ്സർ ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് ആണ് ഞാൻ കുറച്ച് കാണിച്ചിട്ട് ബാക്കി അതിൽ ചെയ്യുന്നത്. എൻ്റെ കൈക്ക് അങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. നമുക്ക് ഫുഡ് പ്രോസസ്സറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലാവുമ്പോൾ 2-3 പ്രാവശ്യം അങ്ങനെ ഓഫാക്കി ഓണാക്കി അങ്ങനെ അടിച്ചെടുത്താൽ തന്നെ പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടും. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു ബട്ടർ സ്പ്രെഡ് ചെയ്തൊരു പാത്രത്തിലേക്ക് നമുക്കത് മാറ്റി കൊടുക്കാം. ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഡോനറ്റിന് എപ്പോഴും ബട്ടർ ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഓയിൽ താല്പര്യമുള്ളവർക്ക് ഓയിലും ചേർക്കാം. നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് ഒരു ബോളാക്കിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ സൈസ് ഡബിൾ ആകുന്നത് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂർ സമയം ഒക്കെ വെക്കേണ്ടി വരും ചിലപ്പോൾ. ഇപ്പം പൊതുവെ മഴ സമയമായതുകൊണ്ട് തന്നെ ക്ലൈമറ്റിനനുസരിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. കുറച്ച് ബട്ടറും കൂടെ ഒന്ന് മേലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് മൂടി വെക്കാം. ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് കാണിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സൈസ് നന്നായിട്ട് ഡബിളിനേക്കാളും കൂടുതൽ തന്നെ സൈസ് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ സോഫ്റ്റായിട്ട് തന്നെ കുഴഞ്ഞ് വരണം. എന്നാലേ നല്ലൊരു ഡോനറ്റിൻ്റെ ഉള്ളിലൊക്കെ കൺസിസ്റ്റൻസിയൊക്കെ നല്ല കറക്റ്റായിട്ട് വരുള്ളൂ. ഇതിനെ നമുക്ക് ചെറിയ ബോൾസാക്കി മാറ്റാം. 2 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ബോൾസാക്കിയിട്ട് ചെറിയ പൂരി പരത്തുന്ന പോലെ പരത്തിയിട്ട് മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. 2 മെത്തേഡും ഞാൻ കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ചെറിയ ബോൾസാക്കിയിട്ട് എങ്ങനെ എടുക്കാൻ നോക്കാം. സാധാരണ നമ്മൾ ഒരു പൂരിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വലിയ സൈസായിട്ടാണ് ഞാൻ ബോൾസ് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ വലിയ ഡോണറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, കുറച്ചും കൂടെ വലുതാക്കി എടുത്താൽ മതി. പക്ഷേ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഡീപ് ഫ്രൈ ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ടി വരും വലുതുണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ എണ്ണ കുറേ ബാക്കിയാവും. ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ഡോണറ്റ്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയത്. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല, അതുകൊണ്ട് തന്നെ കുറേ എണ്ണ ബാക്കിയാവും. ഇതേപോലെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇതേപോലെ പീസാക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് പരത്തി വെച്ചാൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പം നല്ല ഈസി ആയിരിക്കും. കുറച്ച് പൊടിയും എടുത്തിട്ടുണ്ട്.
ഞാനൊരു കുക്കി കട്ടറാണ് എടുത്തത്. ഡോനറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് മുറിച്ചെടുക്കാം. ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡോനറ്റ് കട്ടറാണ് വാങ്ങിയിരുന്നത്, പക്ഷേ അത് തീരെ മൂർച്ചല്ല, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. ഒന്ന് പരത്തിയെടുക്കാം. കട്ടർ വേണമെന്നൊരു നിർബന്ധമില്ല, എന്തെങ്കിലും മൂടി വെച്ചിട്ടൊക്കെ അങ്ങനെ നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാം. ഇപ്പോൾ നടുവിൽ ഹോൾസിന് വേണ്ടിയിട്ട് ഒരു നോസിലാണ് എടുത്തത്. അത് വെച്ചിട്ട് നടുവിൽ ഒന്ന് ഹോളാക്കി കൊടുക്കാം. നമ്മൾ ഡോനറ്റ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഡബിൾ സൈസ് ആവുന്ന വരെ നമ്മൾ വെക്കണം. ഒരു 1/2 മുതൽ 3/4 മണിക്കൂറൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ ആയി കിട്ടും. ഇനി ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ ബാക്കി നമ്മൾ മുറിച്ചെടുത്തിട്ട് ബാക്കി വന്ന മാവാണ്. ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് വീണ്ടും പരത്തി ഷേപ്പ് ചെയ്തെടുക്കാം. പരത്തുമ്പോൾ ഒക്കെ പൊടി നന്നായിട്ട് തന്നെ തൂവിയിട്ട് പരത്തുക, അല്ലെങ്കിൽ ഇത് ഒന്നും കൂടെ പൊങ്ങി വരുമ്പം നല്ല സോഫ്റ്റ് ആവും. അപ്പം നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പറും വെച്ചത്. ബട്ടർ പേപ്പറിൽ വെക്കുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ എളുപ്പമാണ്. അല്ലാതെ നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പം ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഷേപ്പൊക്കെ മാറിപ്പോവും. ഇതും ഇതേപോലെ ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് ഒരു വെറ്റ് ക്ലോത്ത് വെച്ച് നമുക്ക് മൂടി വെക്കാം. സൈസ് ഡബിളാവുന്ന സമയം നോക്കിയാൽ മതി. ക്ലൈമറ്റിനനുസരിച്ച് ടൈമിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഇത് നല്ലോണം സൈസ് ഡബിളായി വന്നിട്ടുണ്ട്. ഒരു 40 മിനിറ്റൊക്കെ സമയമായപ്പോഴത്തേക്ക് തന്നെ എൻ്റെ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടുമ്പം നല്ല ചൂട് വേണം എണ്ണക്ക്. അത് കഴിയുമ്പോൾ കുറച്ച് സ്ലോ ആക്കിയാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഫ്ലെയിം കുറച്ച് കൊടുക്കുക. ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സൈഡ് ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുത്താൽ മതി. 2 സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പർ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനത് ഉള്ളിൽ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് കാണിച്ചു തരാം. ഒരു ബ്രെഡൊക്കെ മുറിച്ചാൽ എങ്ങനെയാണോ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്. ഞാൻ കുറേ കാലമായിട്ട് പല റെസിപ്പിയും ട്രൈ ചെയ്ത് കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണ്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന റെസിപ്പിയാണ്. ഉള്ളിലൊക്കെ കണ്ടില്ല, ബ്രെഡ് പോലെ തന്നെ നല്ല സോഫ്റ്റാണ്. ഇത്ര എണ്ണ ബാക്കി വന്നിട്ടുണ്ട്, അതാണ് പറഞ്ഞത്. എണ്ണ കുറേ ബാക്കി വരും. ചോക്ലേറ്റ് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അത് മോർഡേൻ്റെ 200 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒരു 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ നമുക്ക് ഉരുക്കിയെടുക്കാം. മൈക്രോവേവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അടുപ്പത്ത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഉരുക്കിയെടുക്കാം, അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് രീതിയിലും ഉരുക്കിയെടുക്കാം. ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഡോനറ്റ്സിനെ ഡിപ്പ് ചെയ്തെടുക്കാം. പെട്ടെന്ന് ചെയ്യുന്നത് നല്ലത്, അല്ലെങ്കിൽ ചോക്ലേറ്റ് തണുത്തു പോവും. വേഗം ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അഥവാ ഇനി ചോക്ലേറ്റ് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഒരു 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്യാം, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടെ ഉരുക്കിയെടുക്കാം. കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല റെസിപ്പിയാണിത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ ഒരു 20 ഡോനറ്റ്സ് വരെ ഉണ്ടാക്കാനുള്ള മാവുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.